ഈ ചെലവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി യുക്തിസഹമാക്കാം. അതിപ്പോൾ കേരളം ഒരു വലിയ മിഡിൽ ക്ലാസ് സൊസൈറ്റി എന്നുള്ള നിലയിൽ കാണുമ്പോൾ നമ്മുടെ സേവനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവാണ്. അപ്പോൾ ഈ ചെലവ് യുക്തിസഹമാക്കൽ എന്ന് പറഞ്ഞാൽ സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് കൂട്ടില്ല. അതിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ കൂട്ടിയാലേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് എക്കണോമിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഹാർഡായിട്ടുള്ള സ്റ്റെപ്പുകൾ, കുറച്ച് വിഷമമുള്ള സ്റ്റെപ്പാണ്, വലിയ തോതിൽ വിമർശനങ്ങൾ വരും, പ്രതിഷേധം വരും, സമരം വരും, എന്തുകൊണ്ടാണ് ടഫ് ഡിസിഷൻസ് ധനമന്ത്രി എടുക്കാത്തത്? വാസ്തവത്തിൽ ചില കാര്യങ്ങളിൽ കുറച്ച് തീരുമാനം എടുത്തതുകൊണ്ടാണല്ലോ ഈ നോൺ ടാക്സ് മറ്റതും ഒക്കെ കുറച്ച് വർദ്ധിച്ചത്. എന്നാൽ ഇനി എടുക്കാനുണ്ട് ധാരാളം. ഞാൻ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴല്ല, ഞങ്ങൾ SFI പ്രവർത്തകരായിരിക്കുമ്പോൾ തന്നെ ഈ സ്കൂൾ ഫീസിനെ പറ്റി ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല. അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ചിട്ട് വരുന്ന ഒരാൾ, അവർ 2000 രൂപ മാസം ഫീസ് കൊടുക്കുന്നുണ്ടാവും. പേരൻസ് നല്ലൊരു ഭാഗം അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവരാണ്. പക്ഷേ അവർക്ക് കോളേജിൽ വന്നാൽ 20 രൂപ ഫീസ്, ചിലപ്പോൾ ഫീസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാറ്റഗറൈസേഷൻ വേണം. ഈ പേ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് വേണം. ഇത് സോഷ്യലിസ്റ്റ് ആശയം തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും, ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒരേപോലെ കൊടുക്കുകയാണെന്നല്ല. പക്ഷേ കേരളത്തിൽ ഏത് കാര്യം ചെയ്താലും ഒരു ആശയം പറഞ്ഞാൽ തന്നെ ഇപ്പോൾ എന്തും വേണ്ടി വാർത്തകളാണ് വരുന്നത്. 2 രൂപ ഫീസ് മേടിക്കുന്ന പല മേഖലയുണ്ട്. ഈ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് പണ്ടും ആരും കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. 40-50 വർഷമായിട്ട് 2 രൂപ മേടിക്കുന്നുണ്ട്, 1 രൂപ മേടിക്കുന്നുണ്ട്. ഈ 1 രൂപയ്ക്ക് ഇപ്പം 2 രൂപയ്ക്ക് ഇപ്പം അതിന് നാണയമോ നോട്ടോ ഇല്ല. ഇത് ഒരു 10-20 രൂപ ആക്കിയില്ലെങ്കിൽ വാസ്തവത്തിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ മേടിച്ച് എഴുതി കൊടുക്കുന്ന ആൾക്ക് ശമ്പളത്തിനുള്ള ഏതെങ്കിലും ഈ ഒരു ദിവസം മേടിക്കുന്ന ടിക്കറ്റിൽ നിന്ന് വേണ്ടേ. പക്ഷേ ഇതൊന്നും നമ്മൾ തൊടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ OP ടിക്കറ്റിന് 10 രൂപയാക്കിയപ്പോൾ തന്നെ 5 രൂപയുടെ നോട്ട് കിട്ടാനില്ലാത്തതുകൊണ്ടാണെന്ന് വിശദീകരിക്കേണ്ടി വന്നു. അപ്പോൾ കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആളുകൾ അത്യാവശ്യം പണം മുടക്കാൻ കഴിയുന്ന ആളുകളെങ്കിലും പണം മുടക്കട്ടെ എന്ന സമീപനത്തിലേക്ക്, അത് സോഷ്യലിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് കുറച്ചുകൂടി ബോൾഡായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? ഞാനത് സോഷ്യലിസ്റ്റ് എന്ന പിന്നെ ഒരു പരാമർശം നടത്തിയത് പലപ്പോഴും നമ്മുടെ ആളുകൾ ധരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ എന്നല്ല സോഷ്യലിസത്തിൻ്റെ ആശയം, അല്ലെങ്കിൽ ഏത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആശയം. പരിഗണന അർഹിക്കുന്ന ആൾക്ക് പരിഗണന കൊടുക്കണം. പക്ഷേ അവർക്ക് കൊടുക്കേണ്ട സബ്സിഡി അതിസമ്പന്നന് കൊടുക്കരുത്. കാരണം സമ്പത്തുള്ളവർ കുറച്ച് കൊടുക്കാം. എനിക്ക് കുറച്ച് പണം ഉണ്ടെങ്കിൽ ഞാൻ അതിന് ടാക്സ് കൊടുക്കാം. സാധാരണ ആ സമ്പ്രദായം നമ്മുടെ ഇവിടെ നടപ്പിലാവുന്നില്ല. എല്ലാം ഒരു പോപ്പുലറായ ഒരു, പ്രത്യേകിച്ചും അതിനകത്ത് നിങ്ങളുടെ മീഡിയകളെ ഞാൻ പറയും. ഞാൻ വേറൊന്നും കൊണ്ടല്ല, കേരളത്തിൻ്റെ പൊതു സെൻറ്റിമെൻറ്റ്സ് അതായതുകൊണ്ടാണ്. അപ്പം ഞാനടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണെന്നും അല്ല ഞാൻ പറയുന്നത്. കോളേജുകളുടെ ഫീസും സ്കൂളിൻ്റെ ഫീസും ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞു. ആശുപത്രികളിൽ 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ 160, കേരളത്തിൻ്റെ ഏകദേശം പകുതിയോളം വരുന്ന ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ ഞാൻ പറയുന്നത് ഞാൻ വില്ലിങ് ടു പേ ആണ്. ഞാൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും കൊടുക്കാനൊരു സംവിധാനമില്ല. ഞാൻ നിയമസഭയിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു. കോവിഡ് വന്ന സമയത്ത് 16 ദിവസക്കാലമാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നത്. എന്നെപ്പോലെ എത്രയോ പേര് കിടന്നു. എല്ലാവർക്കും ഒരേപോലെ പരിഗണനയാണ് കിട്ടിയത്. മെഡിക്കൽ കോളേജായാലും ജനറൽ ഹോസ്പിറ്റലായാലും ഭക്ഷണം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭക്ഷണം, മരുന്നെല്ലാം ഫ്രീ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം 16 ദിവസം ഇടയ്ക്ക് ന്യൂമോണിയ പോലെ വരുമല്ലോ. ഈ കോവിഡിൻ്റെ ഭാഗമായിട്ട് അത്ര കൂടുതൽ ദിവസം കിടക്കാൻ പറയും. കുറേ പരിചയമുള്ള ആളുകളൊക്കെ ആ സമയത്ത് മരണമടഞ്ഞല്ലോ നമ്മുടെ എല്ലാം. അപ്പോൾ ഇതിറങ്ങി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പണം കൊടുക്കണം. മെഡിക്കൽ കോളേജാണ്, നമുക്കൊരു പണം കൊടുക്കാൻ, ബില്ലടയ്ക്കാൻ മാർഗ്ഗമില്ല. എന്നെപ്പോലെ പലരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ കൊടുക്കാനൊരു വിൻഡോ ഇല്ല, കൊടുക്കാനൊരു മാർഗ്ഗമില്ല. ഞാൻ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുറച്ച് പണം അടച്ചു. പിന്നെ ഞങ്ങൾ ex-MPമാരും ഒക്കെ ആയിട്ട് ഉള്ളവർക്ക് പെൻഷനും ഒക്കെ ഞങ്ങൾ അടച്ചായിരുന്നു. അതൊരു പ്രശ്നമാണ്. കാരണം നല്ല സൗകര്യം കിട്ടുന്ന, ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിനെ പറ്റി കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കൾ പറയുണ്ടായി. ഏതൊരു പുതിയ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ഏതൊരു മെഡിക്കൽ കോളേജിനേക്കാളും സ്വകാര്യ എറണാകുളത്തേക്ക് വൻകിട ആശുപത്രിയേക്കാളും ഫെസിലിറ്റി ഉണ്ട്, ക്ലീൻലിനെസ് ഉണ്ട്. പുതിയ ഹോസ്പിറ്റലാകുമ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും പുതിയ എക്യുപ്മെൻറ്റ്, ഇപ്പോൾ റോബോട്ടിക് സർജറിക്ക് 25 കോടി വെച്ച് കഴിഞ്ഞ പ്രാവശ്യം 2-3 മെഡിക്കൽ കോളേജിലാണ് കൊടുത്തത്, കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തതാണ്. ഇത്രയും സൗകര്യങ്ങളുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഇതിനു വേണ്ടി കൊടുക്കാവുന്നൊരു സംവിധാനം പോലും ഇല്ല എന്നുള്ള പോരായ്മയുണ്ട്. അത് കളക്റ്റീവായിട്ട് ചർച്ച വരേണ്ടതാണ്. ഒരു കാര്യം സത്യമാണ്, ബോൾഡായിട്ട് ഒരു ഗവൺമെൻറ്റും അത്ര ഒരു കാര്യങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ എടുക്കുന്നില്ല. കാരണം നമ്മുടെ ഈ ചെറിയൊരു കാര്യവും പോലും ഇപ്പം നോക്കിക്കോളൂ, ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം എന്തെങ്കിലും ഒരു ചെറിയ ഫീസ് വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ അന്നത്തെ മുഴുവൻ ഹെഡ്ലൈനും ചർച്ച അതിലായിരിക്കും. അതിപ്പോ മന്ത്രി പ്രതിപക്ഷത്താണെങ്കിൽ സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൽ നിന്ന് വ്യത്യസ്തനല്ല. ഞാനിതിൽ നിന്ന് വ്യത്യസ്തനേ അല്ല. കാരണം ഞാൻ പ്രതിപക്ഷമാകുമ്പോൾ ഒന്നും പറയില്ല, ഭരണപക്ഷം, അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ധനമന്ത്രി സർക്കാർ സേവനങ്ങളുടെ ഫീസ് ഉയർത്താൻ, ഫീസ് യുക്തിസഹമാക്കാൻ തയ്യാറാകുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. ഇത് നേരത്തെ തന്നെ ഓരോ വകുപ്പിലും ഇത് ഈ എല്ലാം
അസംബ്ലി വന്ന് നിയമം വഴി പാസ്സാക്കേണ്ടതല്ല എന്നുള്ളത് ഞാൻ പറയാം. ഓരോ വകുപ്പിലും കാലോചിതവും യുക്തിസഹവുമായിട്ടുള്ള വർധന വേണം എന്ന് നേരത്തെ തന്നെ ധനകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വകുപ്പുകൾ കുറച്ചുകൂടി അതിനകത്തൊന്ന് കണക്കെടുത്ത് 40 വർഷമായി. അന്ന് 10 രൂപയായിരുന്നു, ഇപ്പം 10% അല്ല വർദ്ധിപ്പിക്കേണ്ടത്. കാരണം ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. 2 രൂപ കൊടുക്കുന്നത് 10 രൂപ ആവുന്നത് അല്ലെങ്കിൽ 20 രൂപ ആവുന്നത് ഒരു പ്രശ്നമല്ല. പത്രപ്രവർത്തകരുമായി ഞങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെയാണ് ബഡ്ജറ്റ് സംബന്ധിച്ച് നിങ്ങളുടെ പ്രപ്പോസൽ, ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനില്ല. അവിടെയും ഇതുപോലുള്ള ആശയങ്ങൾ വന്നു. വളരെ നല്ല സൗകര്യങ്ങളും സേവനങ്ങളും കിട്ടുന്നുണ്ട്. പലതിനും ഒരു രൂപ പോലും കൊടുക്കേണ്ടതില്ല. അവർ പറഞ്ഞു വോളണ്ടറി ആയിട്ടൊരു പേയ്മെൻറ്റ് നടത്താനുള്ള സംവിധാനം ഉൾപ്പെടെയെങ്കിലും ഉണ്ടാക്കേണ്ടതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നടത്തുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പരിമിതിയുണ്ട്. നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് അത് കാലോചിതമായി ഓരോ വകുപ്പിലും വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ സേവനങ്ങളുടെ ഫീസ് ഉയർത്തണം എന്നുള്ളതാണ് ധനവകുപ്പിന്റെ കാഴ്ചപ്പാട്. പക്ഷെ അതിനൊരു കൺസെൻസസ് വേണം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ, കൺസെൻസസ് അല്ല, ഇപ്പോൾ ചെറിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് പലപ്പോഴും. പക്ഷേ പ്രായോഗികമായി ഗവൺമെന്റിന്റെ ഒരു കമ്പൽസൺ പ്രൊസീജിയർ കാരണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് എടുക്കാത്തതോ ആയ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ ഫീസുകളാണ്. എന്നാലും 1000 ചെറിയ ഫീസാണല്ലോ. ഒരു 10 ലക്ഷം വെച്ച് വന്നാൽ എത്ര രൂപ ഒരു ഫീസിന് കേരളത്തിൽ? പുതിയതായി സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ചെലവ് കൂടുന്നത് പോലെ വരുമാനവും കൂട്ടേണ്ടതാണ്.